കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു ബസിന്റെ മുമ്പിൽ കുപ്പി ഇട്ടു. ആരാണ് പരിപാടി മനസ്സിലാക്കണം, എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചില മാധ്യമങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അവിടെ ഇറങ്ങി ഈ കുപ്പി ഇടുന്നത് ശരിയല്ല, നിങ്ങൾക്ക് KSRTC MD നിർദ്ദേശം ഇവിടെ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇടാൻ പാടില്ല, കാരണം KSRTC MD കൊടുത്തേക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ചരട് കെട്ടി കർട്ടൻ ഇടരുത്, ഡ്രൈവറുടെയും യാത്രക്കാരുടെയും പറയും. എന്താണെന്നറിയാമോ കർട്ടൻ ഇടുന്നത്? ആ വണ്ടിയിൽ ഇട്ടിരുന്ന കർട്ടന്റെ ഫോട്ടോ ഞാൻ മാധ്യമങ്ങളിൽ തരാം. ആ വണ്ടിക്കകത്തുണ്ടായിരുന്ന കർട്ടൻ ഇടുന്നത്, മൊബൈൽ ഫോൺ എടുത്ത് ഡ്രൈവർ സംസാരിക്കുന്നത്, യാത്രക്കാരൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കൊടുത്താൽ പണി പോകും. അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു അഴുക്ക തുണി എന്റെ ഉണ്ടായില്ല പടം. ആ വണ്ടി തിരുവനന്തപുരം നിന്നപ്പോൾ പരിശോധിച്ച പടമുണ്ട്. ഒരു കയർ ഇങ്ങനെ കെട്ടിയിട്ട്, ഈ ഡ്രൈവറെ പുറകിൽ ഒരു കയർ ഇങ്ങനെ കെട്ടിയിട്ട് അതിലൊരു ചുമന്ന അഴുക്ക തുണി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക. ഒരു അഴുക്കായ ഒരു തുണി, കൂറ തുണി, അത് തൂക്കിയിട്ടിരിക്കുകയാണ്. അത് തൂക്കിയിട്ടേക്കുന്നത് എന്തിനാ? ഈ ഡ്രൈവർ മൊബൈൽ എടുത്ത് സംസാരിക്കുമ്പോൾ യാത്രക്കാരൻ കണ്ടാൽ അപ്പൊ തന്നെ വീഡിയോയിൽ പകർത്തും വണ്ടിക്കകത്തിരുന്ന്, അപ്പോഴേ അയച്ചു കൊടുക്കും, പണി സസ്പെൻഷനിലാവും. അതൊക്കെ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യരുത്, ഇത് ചെയ്യരുത്. കുപ്പിയെടുത്തിടരുത്, പ്ലാസ്റ്റിക് ആയി കുപ്പികൾ അതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞതിന് ശേഷം ഈ പേരൂക്കട ബസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന KSRTC ജീവനക്കാർ പറയട്ടെ, നിങ്ങൾ ശുചിത്വ ഹരിത കേരള മിഷന്റെ ശുചിത്വ പദ്ധതിയിൽ പങ്കെടുത്ത് ഇവിടെ മുഴുവൻ വൃത്തിയാക്കിയില്ലേ? ഈ ഓഫീസുകളെല്ലാം നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നില്ലേ? മാധ്യമങ്ങൾ മനസ്സിലാക്കണം, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലും KSRTCയിലും സ്മാർട്ട് സാറ്റർഡേ എന്നൊരു പ്രോഗ്രാം ഉണ്ട്. അതായത് ശനിയാഴ്ച ദിവസം ആരും തന്നെ ഓഫീസിൽ ഉച്ചയ്ക്ക് ശേഷം ജോലി ചെയ്യേണ്ട എന്ന് ഗണേഷ് കുമാർ മന്ത്രിയായ ശേഷം നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ സമയത്ത് ആ ഓഫീസിലെ RTO മുതൽ അവിടുത്തെ സ്വീപ്പർ വരെയുള്ള ആളുകൾ ഒരുമിച്ച് ഒരു ടീമായിട്ട് ഓഫീസ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഓഫീസ് ക്ലീൻ ചെയ്തിട്ട് ശനിയാഴ്ച വൈകിട്ട് പൂട്ടിയിട്ട് പോകാം. സെക്കൻഡ് സാറ്റർഡേ ആണെങ്കിൽ ഫ്രൈഡേ ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം ഒരു ഫയലും കൈകാര്യം ചെയ്യേണ്ട. നിങ്ങൾ ഇതെല്ലാം വൃത്തിയാക്കി, എല്ലാം വാരി അടുക്കി, പൊടിയെല്ലാം തുടച്ച്, ഫാനെല്ലാം വൃത്തിയാക്കി, ബാത്റൂം വരെ ക്ലീൻ ചെയ്തിട്ട് പൂട്ടിയിട്ട് പോവുക. തിങ്കളാഴ്ച വരുമ്പോൾ ഫ്രഷ് ആയിട്ട് ഓഫീസ് തുറന്ന് ജോലി ചെയ്യുക. മാത്രവുമല്ല, ഇത്തരത്തിൽ ഫയലുകൾ അടുക്കി വെക്കുമ്പോൾ ആ ഓഫീസിലേക്ക് സ്ഥലം മാറി വരുന്ന ഒരു ഉദ്യോഗസ്ഥന് ആഴ്ചകൾ കൊണ്ട് ഈ ഓഫീസിലെ എല്ലാ ഫയലുകളും എവിടെയാണ് ഇരിക്കുന്നത് ആരോടും ചോദിക്കാതെ അറിയാൻ പറ്റും. കാരണം ഇദ്ദേഹം കൂടെ ചേർന്നാണല്ലോ ഇത് അടുക്കി വെക്കുന്നത്. ആ ഒരു അര ദിവസം കൊണ്ട് ഒന്നും ഈ രാജ്യത്ത് സംഭവിക്കാനില്ല. പക്ഷെ ഓഫീസ് വൃത്തിയായി. സ്മാർട്ട് സാറ്റർഡേ പ്രോഗ്രാമിന്റെ ഭാഗമായി RTO ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. കേരളം ഒട്ടുക്കും എല്ലാ ഓഫീസിലും കിടന്ന സർവ്വ മാലിന്യവും മാറ്റി. അതുപോലെ ഈ വേസ്റ്റ് കമ്പ്യൂട്ടറുകളുടെ പഴയ ചീത്തയായ കമ്പ്യൂട്ടർ ഇത് മുഴുവൻ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഒരു ഓഫീസിലും ഇല്ല. നിങ്ങൾ പോയി പരിശോധിക്കൂ, വൃത്തിയുണ്ടോന്ന് പരിശോധിക്കൂ. പിന്നെ അത് കാണുമ്പോഴത്തേക്കും മന്ത്രി ഇത് കണ്ടില്ലയോ, ഇന്ന ബസ് സ്റ്റാൻഡിൽ ചള്ളയും ചെളിയുണ്ട്, അതൊക്കെ ഉണ്ടെന്നേ ഇത് മാറ്റിയെടുക്കണ്ടേ, പതുക്കെയല്ലേ പറ്റൂ. ഒരു ദിവസം രാവിലെ ഇതിങ്ങനെ മാജിക്ക് വടി ഇങ്ങനെ കാണിക്കുമ്പോൾ ഇതെല്ലാം മാറാൻ ഞാൻ മുതുകാടാണോ? അല്ല. അപ്പൊ മാജിക്കൽ വടിയൊന്നും നമ്മുടെ കയ്യിലില്ല, അലാവുദ്ദീന്റെ അല്പവിളക്കുമില്ല. പക്ഷേ വളരെ വിഷമത്തിൽ കിടക്കുന്ന ഒരു സാധനത്തെ കുറേശ്ശെ പരിഷ്കരിച്ചു കൊണ്ടുവരികയാണ്. ഇപ്പൊ ബഹുമാനപ്പെട്ട MLA ഇവിടെ തന്നെ ഈ ബസ് സ്റ്റാൻഡിൽ 5 കോടി രൂപ അദ്ദേഹത്തിന്റെ താല്പര്യപ്രകാരം അനുവദിച്ചുകൊണ്ട് ഡിസൈൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം കൂടി ഇരുന്ന് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിയുമ്പോൾ പണി തുടങ്ങത്തക്ക രീതിയിൽ, ഈ മുനിസിപ്പൽ കോർപ്പറേഷൻ ഇലക്ഷൻ കഴിയുമ്പോൾ പണി തുടങ്ങത്തക്ക രീതിയിൽ ടെൻഡർ വിളിക്കാനാണ് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ അതിന് ചില താമസം വരും. പക്ഷേ എങ്കിൽ പോലും ടെക്നിക്കൽ സാങ്ഷൻ എല്ലാം വാങ്ങി, അതിന്റെ ഭരണാനുമതിയായി ടെക്നിക്കൽ സാങ്ഷൻ ഒക്കെ വാങ്ങി ഡിസൈൻ അപ്രൂവ് ചെയ്ത് അതിനെ ടെൻഡറിലേക്ക് പോകാൻ ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷന്റെ അനുമതി തരും. ടെൻഡർ തുറക്കരുതെന്നേ ഉള്ളൂ. ടെൻഡർ വിളിക്കാം, പക്ഷേ തുറക്കുന്നതിന് ഇലക്ഷൻ കഴിയാൻ പറ്റത്തില്ല. തുറന്ന ഉടൻ തന്നെ പണി തുടങ്ങത്തക്ക രീതിയിൽ അങ്ങനെയാണ് നമ്മുടെ തീരുമാനം. സംസ്ഥാനത്തെ മുഴുവൻ ബസ് സ്റ്റേഷനുകൾ നവീകരിക്കുകയാണ്. കൊട്ടാരക്കര, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, കായംകുളം, കൊല്ലം, ആറ്റിങ്ങൽ, തൃശൂർ, മലപ്പുറം, ഇതെല്ലാം മലപ്പുറം ബസ് സ്റ്റേഷനൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, എത്ര മനോഹരമാണ്. എന്റെ 2ാം ഘട്ടം പണി തുടങ്ങാനായിട്ട് ഭരണാനുമതിയായിട്ടുണ്ട്. ഇതെല്ലാം ഇന്ന് കോതമംഗലം ബസ് സ്റ്റേഷൻ നാളെ ഉദ്ഘാടനം. നിങ്ങളെല്ലാവരും മനസ്സിലാകും, നമ്മൾ ഒരു ഘട്ടമായി ഇതിനെ നന്നാക്കി കൊണ്ടുവരികയാണ്. പുതിയ വണ്ടി വരുമ്പോൾ അതിൻ്റെതായ എഫിഷ്യൻസി ഉണ്ടാകും. നമ്മളെ ഉദ്യോഗസ്ഥന്മാർ കൂടുതൽ എത്തിച്ചേരാൻ കഴിയും. അവർക്ക് അവരുടെ ജോലി കൃത്യമായി ചെയ്യാൻ. പല ഓഫീസുകളിലും വണ്ടിയില്ല. ഉടനെ എന്താ മന്ത്രിയുടെ സൗകര്യത്തിന് മാറ്റിയിട്ടിരിക്കുകയാണ്, വാങ്ങാത്തോരില്ല. ഒരു കാര്യം മനസ്സിലാക്കും, ഈ ബസിന്റെ കണ്ടക്ടറോ ഡ്രൈവറോട് കുപ്പി എന്തിനാ ഇട്ടതെന്ന് ചോദിക്കുമ്പോൾ മാതൃഭൂമിയുടെ ക്യാമറ സ്റ്റിക്കർ ഒട്ടിച്ചൊരു പയ്യൻ അവിടെ വന്നു. മനസ്സിലാക്കണം, സത്യം മനസ്സിലാക്കണം. ഞാൻ ചുമ്മാ TV ഇട്ട് നോക്കാൻ പറയുന്നത്, ഗണേഷ് കുമാർ ഒരു ക്യാമറയും കൊണ്ട് ആളാവാൻ നടക്കുകയാണ്. എന്റെ കൂടെ ക്യാമറ, ഞാൻ 19 വയസ്സിൽ ക്യാമറയുടെ മുമ്പിൽ നിന്നാണ്. നിങ്ങൾക്ക് പലരും കൂടെ ക്യാമറയും കൊണ്ട് നടക്കുന്നവർ ജനിക്കുന്നതിന് മുമ്പേ കേരളത്തിൽ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അഭിനയിച്ച് ജനങ്ങളുടെ മനസ്സിൽ കയറിയവനാണ് ഞാൻ. എന്നോട് ഇത് പറയുന്നത്, കാരണം എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. ഗണേഷ് കുമാറിനെ മലയാളി ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ഗണേഷ് കുമാറിനെ അറിയാം. എന്നെ കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു മലയാളിയില്ല. അതെന്റെ ദൈവം തന്ന ഭാഗ്യമാണ്. ഞാൻ ചെയ്ത തൊഴിലിന്റെ ഭാഗ്യമാണ്. ഞാൻ ചെയ്ത തൊഴിലിന്റെ നന്മയാണ്. ഇന്നും ഞാൻ സിനിമ അഭിനയിക്കുന്നത്. അടുത്ത 2 ദിവസം കഴിയുമ്പോൾ ഞാൻ സിനിമ അഭിനയിക്കാൻ പോവാണ്. ദൃശ്യം 3 അഭിനയിക്കാൻ പോവാണ്. ഞാനിപ്പോൾ സിനിമ അഭിനയിക്കുന്നു. ഞാൻ സിനിമാ നടനാണെന്ന് അറിയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്.
ഇതൊന്നും ഇല്ലെങ്കിലും ഞാൻ സിനിമ അഭിനയിച്ചിരിക്കും. പക്ഷെ ഒരു കാര്യം, മാതൃഭൂമിയുടെ ലേഖകൻ സജി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ തന്റെ മൊബൈൽ ഫോണിൽ മാതൃഭൂമി ചാനലിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് ഇത് വീഡിയോയിൽ പകർത്തുകയാണ്. എന്നിട്ട് അതേ മാതൃഭൂമി പറയാണ് ഇയാൾ ക്യാമറ കൊണ്ട് കിടക്കുകയാണ് ആളാവാൻ വേണ്ടിയിട്ട്. ഇത് എവിടെ നിന്ന് ഇയാൾ ഇപ്പൊ ഷൂട്ട് ചെയ്തു? ആര് ഷൂട്ട് ചെയ്തു എന്ന് ആ വാർത്ത പറഞ്ഞവർ അവരുടെ ടീമിനെ വിളിച്ച് കൊല്ലത്തെ ലേഖകൻ കണ്ണൻ നായരെ വിളിച്ചേച്ച് ചോദിക്കണം. ആരാ അനിയ ഷൂട്ട് ചെയ്ത് തന്നത്? ഷൂട്ട് ചെയ്ത് കൊടുത്ത് സജി എന്ന് പറയുന്ന മാതൃഭൂമിയുടെ ലേഖകനാണ്, സ്റ്റിങ്ങറാണ്. അയാളുടെ മൊബൈലിൽ മാതൃഭൂമി സ്റ്റിക്കർ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറയാണ്, ഇതേ മാതൃഭൂമി പറയാണ് ഇയാൾ ആളെ കൊണ്ട് കിടക്കണം. ഞാൻ ആളെ കൊണ്ട് കിടക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ആളെ കൊണ്ട് നടക്കൂല. കാരണം എന്താ, ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലും കോമഡി പറയും, അത് ഇതുപോലെ ഞാൻ തന്നെ എടുത്തിട്ട് എന്റെ ആൾ തന്നെ എടുത്ത് ഇട്ട് കൊടുത്തിട്ട് അത് വെച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് അതിനെ വിവാദമാക്കി ആവശ്യമില്ലാത്ത തലവേദനകൾ നാട്ടിലുണ്ടാക്കി. എനിക്കൊന്നുമില്ല, നാട്ടുകാർക്ക് ഉണ്ടാക്കാൻ ഇടയാക്കണ്ടെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് ഇത്തരം വേലകളൊന്നും കാണിക്കരുത്. സത്യം പറ.